നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ടി സിദ്ദിഖ് MLA എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വസീഫ് DYFI നേതാവ് വസീഫ് എത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാം വലിയ രീതിയിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാണ്. DYFI നേതാവ് വസീഫ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. പോലീസും ഫയർഫോഴ്സും ഒക്കെ ആ അർത്ഥത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നേരത്തെ ഉള്ള ഒരു അപകട സാധ്യത എല്ലാം മാറി എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തു തന്നെയായാലും ആളപായമില്ലാതെ ഈ തീ പടർന്നു പിടിച്ച് 4 മണിക്കൂർ എടുത്തു കെട്ടിടത്തിനകത്തേക്ക് വെള്ളം ചീറ്റാൻ. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു സുരക്ഷയുമില്ല എന്നുള്ളത് ഈ താൽക്കാലിക കെട്ടിടം നോക്കിയാൽ അറിയാലോ. അല്ല, നമ്മളിപ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും മറ്റുമൊക്കെ ആലോചിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ എവിടെ തീ പിടിച്ചാലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ, ഫയറോ ഇപ്പോഴുള്ള സംവിധാനം, നമ്മളൊക്കെ ഇപ്പോഴുള്ള ഈ ഫയറിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ ഉണ്ടാവില്ല പലയിടത്തും. ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ കാണുന്നത് ഇതുപോലെ തന്നെയാണ്. ഇവിടെ യൂണിഫോം വാങ്ങാൻ വരുന്ന, യൂണിഫോം നോക്കുന്ന, പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ, ഈ മെയ് മാസത്തിലൊക്കെ അത്രയധികം യൂണിഫോം സ്റ്റോക്ക് ചെയ്യുന്നൊരു പ്രദേശമാണിത്. അപ്പോൾ അന്നേ ഇത് ഇവിടെ ഇങ്ങനെയാണ്, ഈ പുതിയ സ്റ്റാൻഡിൻ്റെ ഈ പരിസരത്തെല്ലാം. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആളപായമില്ല എന്നുള്ളതാണ് ആശ്വാസം, ആളപായമില്ല എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാം എന്നുള്ളതാണ്. ഫയർഫോഴ്സ്, നിങ്ങൾക്കറിയാം 20-ലധികം ഫയർഫോഴ്സ് എഞ്ചിൻ ഇവിടെ ഉണ്ട്, 25-ലേറെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. നോക്കാം, നമുക്കിത് ആശ്വാസകരമായ രീതിയിൽ. ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫയർ സംവിധാനം ഇതാ ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ടി സിദ്ദിഖ് MLA ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ടി സിദ്ദിഖ് MLA സംസാരിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നിലവിലുള്ളതായിരിക്കുന്ന പാളിച്ചകൾ തിരുത്താനും ബിൽഡിങ്ങിൽ ഫയർ എക്സിറ്റ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, ഇതെല്ലാം തന്നെ പോലീസിൻ്റെയും ഫയറിൻ്റെയും കയ്യിലുണ്ടാവണം. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള നടപടികൾ, ഒരു വലിയ ദുരന്തം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതിന് ശേഷം നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല. അതിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന കനത്ത വിലയാണ്. അത് മറ്റു രീതിയിൽ പഴിചാറാനല്ല ആഗ്രഹിക്കുന്നത്. ഇനിയൊരു വൻ തീപിടുത്തം ഇതുപോലെ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രതയും അടിയന്തരമായ നടപടി ഉണ്ടാവണം. ആ നടപടിയിലേക്ക് സർക്കാർ ഉടനെ കടക്കണം. വലിയ തീപിടുത്തം ഉണ്ടായിട്ടും നമ്മളെ പാഠം പഠിപ്പിക്കാൻ ഇതൊന്നും ഉതകുന്നില്ല എന്നുള്ളത് സങ്കടകരമായ അനുഭവമാണ്. ഈ 3 മണിക്കൂറിലേറെ സമയമെടുത്തു കെട്ടിടത്തിനകത്തേക്ക് വെള്ളം ചീറ്റാൻ. അതായത് ഫയർ സംവിധാനങ്ങൾ 20ഓളം എഞ്ചിനുകൾ ഉണ്ടായിട്ടും 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വെള്ളം ചീറ്റാൻ സാധിച്ചത്. ഇതിൽ നിലവിലുള്ളതായിരിക്കുന്ന ബിൽഡിങ്ങിൽ ഫയർ എക്സിറ്റ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ സംവിധാനവും അതോടൊപ്പം അതിലേക്ക് എന്ത് അവശ്യ സന്ദർഭം ഉണ്ടായാലും അവിടേക്ക് കടന്നു വരാനുള്ളതായിരിക്കുന്ന സൗകര്യം ഉണ്ടാവണം. ആ സൗകര്യങ്ങളില്ല, എല്ലാം കൊട്ടിയടക്കപ്പെട്ടു. മാത്രമല്ല, ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയർ സ്റ്റേഷൻ നമ്മുടെ ഫയർ സ്റ്റേഷനായിരുന്നു. അവിടെ 4 യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ 4 യൂണിറ്റ് സിംഗിൾ യൂണിറ്റായി മാറി. അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു, അവിടെ ജീപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി 4ഓളം പ്രധാനപ്പെട്ട പ്രപ്പോസൽസ് ഈ നഗരത്തിലുണ്ടായിരുന്നു. അതിൽ ഹൈലൈറ്റ് ഉണ്ട്, അതിൽ പാളയം ബസ് സ്റ്റാൻഡുണ്ട്, പിന്നെ ബീച്ചിൻ്റെ പൂർണ്ണതോതിലുള്ളതായിരിക്കുന്ന സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഏലത്തൂർ സ്റ്റേഷൻ, എല്ലാ പ്രപ്പോസൽസും അടയിരിക്കുക. കഴിഞ്ഞ 10-30 കൊല്ലക്കാലമായി ഈ നഗരത്തിലെ ഫയറിൻ്റെ സ്ട്രെങ്ത് ഒന്നുപോലും കൂട്ടിയിട്ടില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം, തീ അണക്കൽ, അതിനല്ലേ പ്രാധാന്യം നൽകി? തീർച്ചയായിട്ടും തീ അണയ്ക്കാൻ അവർക്ക് കയറി വരാനുള്ള ഇടമില്ല. തുടക്കത്തിൽ വെള്ളത്തിൻ്റെ അഭാവം ഉണ്ടായി. ഇപ്പം മാനാഞ്ചിറ ഉള്ളതുകൊണ്ടും കരിപ്പൂർ എയർപോർട്ട് എന്നുള്ളതായിരിക്കുന്ന വൻ സന്നാഹങ്ങൾ എത്തിയതുകൊണ്ടും നമുക്ക് ആശ്വാസമുണ്ട്. തീ അണയ്ക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രാർത്ഥന. എപ്പോഴും തീ കത്തുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു. 4 മണിക്കൂർ പിന്നിട്ടിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. 4 മണിക്കൂർ കഴിഞ്ഞിട്ടും നഗരഹൃദയത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ അതിപ്രധാനമായിട്ടുള്ള ബിൽഡിങ്ങിലെ തീ അണയ്ക്കൽ ഇതുവരെ പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. അതിപ്പോഴും ഒരു ഭാഗത്ത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. താങ്ക് യു സിദ്ദിഖ്. ടി സിദ്ദിഖ് MLA ആണ് നമ്മളോട് സംസാരിച്ചത്. SKN ഇതാ വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതാ ദൃശ്യങ്ങളിൽ SKN കാണാം. ഇതാ തീ ഫയർ എഞ്ചിനുകൾക്കിടയിലൂടെ നമുക്ക് കാണാം. ഇതാ കെട്ടിടത്തിൻ്റെ മുകളിൽ അകത്തെ ഭാഗത്ത് തീ കത്തുന്നു. അതിൻ്റെ മുകളിലും നമുക്ക് തീ ആളിക്കത്തുന്നതിൻ്റെ ആ തീ ജ്വാല നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് പുക വരുന്നുണ്ട്, മറുഭാഗത്ത് ഈ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കെട്ടിടത്തിൻ്റെ വലതുഭാഗത്തേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് SKN നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.